MSTasteTouchലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ ഒരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി 150 ഗ്രാം ഇഞ്ചി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 50 ഗ്രാം പുളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുതിരാനായി വെക്കണം. ഇത് ഏകദേശം 2 നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയുണ്ട്. ഇതിലേക്ക് 2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു വെക്കാം. അപ്പോൾ പുളി പെട്ടെന്ന് കുതിർന്ന് നന്നായി പിഴിഞ്ഞെടുക്കാൻ പറ്റും. 50 ഗ്രാം ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. കല്ലും മണ്ണുമൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയതിന് ശേഷം അരിച്ചൊഴിക്കുന്നതായിരിക്കും നല്ലത്. 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വേണം. ഇനി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. ഒരു കറിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിടാം. വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കാം. ഇത് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചി നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർക്കാം. പൊടികൾ കരിഞ്ഞു പോകാതെ ഇത് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് പിഴിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ശർക്കര ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്തതിന് ശേഷം മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ 50 ഗ്രാം ശർക്കരയാണ് ചേർത്തത്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇത് കുറുക്കിയെടുക്കാം. ഇത് ഒന്നുകൂടി വറ്റി വരണം. 2 മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി. ഈ പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ആറി വരുമ്പോൾ ഒന്നുകൂടി ഇത് കുറുകി വരും. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പുളിയിഞ്ചി റെഡിയായി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.